അക്ഷരങ്ങളുടെ അക്ഷരക്കൂട്ടങ്ങൾക്കിടയിൽ നീ പഠിച്ച ചാലക്കുടിയല്ല, ഞാൻ പഠിച്ച ചാലക്കുടി. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെന്റിമീറ്റർ വേണം. ഇറ്റ്സ് എ ബാലർമാൻസ്റ്റിക് നോബിൾ സ്റ്റുപ്പിഡ്. ഏ സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ്. എന്താ പറഞ്ഞേ? സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡാ? സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ്. എന്താണത്? സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിന്നല്ലേ? സോറി. ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റോപ്പ് എന്നായിരുന്നു. പക്ഷേ സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ് എന്തോന്നായി പറഞ്ഞോണ്ടിരിക്കണേ? ഇത് ഏതാ സ്ഥലം എന്നറിയോ ഇത്? ഇത് നമ്മടെ അടുക്കളയല്ല ഇത്. ഇത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമല്ലേ? അവിടെ ഇങ്ങനെ വന്നിട്ട് സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡോ? ആര് സ്റ്റുപ്പിഡ്? ആരാണ് സ്റ്റുപ്പിഡ്? ഞാൻ പറഞ്ഞു വരുന്നതേ, നമ്മള് ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴും ആ സ്ഥാനത്തിന്റെ ഒരു മഹത്വം മനസ്സിലാക്കണം. ആ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ പറയാൻ പറ്റുന്ന വേദിയാന്ന് കരുതരുത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പണ്ട് വി.ടി. ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന ഒരു മഹാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു നാടകം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ കുടുങ്ങുന്ന വീട്ടിൽ കുടുങ്ങി ജീവിക്കുന്ന സ്ത്രീകളെ അരങ്ങത്തേക്ക് എത്തിക്കുക. അതൊക്കെയാണ് അതിന്റെ തീം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നാണ് പറയാ. അല്ലാണ്ട് അടുക്കളയിൽ നിന്ന് അടുക്കളയിലേക്കാണോ? അല്ലാണ്ട് അടുക്കളയിൽ നിന്ന് നമ്മൾ കക്കൂസിലേക്ക് പോകരുത്. ഇപ്പൊ ചില ആളുകൾ അങ്ങനെയാണെന്ന്. അവർക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അവർക്ക് ഈ വിമർശനങ്ങൾ അങ്ങട് ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താന്നറിയില്ല. ഈ ചില ആൾക്കാരൊക്കെ വിമർശിക്കുന്നതൊക്കെ കേട്ട് വളരെ സുഖകരമായ എസിയിലൊക്കെ ഇരുന്ന് സഞ്ചരിച്ച് അങ്ങനെ സന്തോഷിച്ച് പോകണം. നമ്മുടെ നേർക്ക് ഇങ്ങട് വിമർശന ശരങ്ങൾ വരുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ പിന്നെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലാണ് പറയണേന്ന്. സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്തൊരു അർത്ഥം? വിഡ്ഢി, വിവേകശൂന്യമായ മണ്ടത്തരം അങ്ങനെയൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് വിഡ്ഢി, മണ്ടൻ. ഇതൊക്കെയാണ് ഉദ്ദേശിക്കണേ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ബൈബിളിൽ വിശ്വസിക്കുന്ന ആളുകളോട് പറയാം. അല്ലെങ്കിൽ സാധാരണ പഴമക്കാർ പറയുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ ആരുടെ നേരേക്ക് നിങ്ങൾ ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുന്നോ ബാക്കി ഇതണ്ട. ഈ 3 വിരലും നമ്മുടെ നേർക്കാണ് ചൂണ്ടണേന്ന് പറയും. അപ്പൊ നമ്മൾ ഇതൊക്കെ വിളിച്ച് പറയുമ്പോഴേ ഏത് സ്റ്റുപ്പിഡെന്നും മണ്ടനെന്നും ഇതൊക്കെ നമുക്കങ്ങട് രക്തം തിരിച്ചിട്ടേ ഇതുവരെ ഇങ്ങനെ പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും ഒക്കെ കേട്ട് കേട്ട് അവസാനം നമുക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോഴേ ആകപ്പാടെ കൂടി ഒരു അസ്വസ്ഥതയായിട്ട് നമ്മൾ വായ തോന്നി വിളിച്ചു പറയരുത്. അങ്ങനെ വായ തോന്നി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പോയില്ല. അടുക്കളയിൽ നിന്ന് കക്കൂസിലേക്ക് പോകും. വല്ലാത്ത ദുർഗന്ധമായിരിക്കും. അപ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭരണചക്രം തിരിക്കേണ്ട ആളുകൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ പറയാ ചില തപാലമ്മമാര് ഇപ്പോ അങ്ങനെയൊക്കെയാണ് ഡയലോഗ് അടിക്കുന്നത്. തപാലമ്മമാര്. ചില ഡയലോഗ് അടിക്കണതേ സ്റ്റുപ്പിഡ് ഏത് തന്നോടൊപ്പം നിൽക്കേണ്ട, തന്നോടൊപ്പം പരിഗണനയും ഇതൊക്കെ കൊടുക്കേണ്ട പദവിയിൽ ഇരിക്കേണ്ട ആൾക്കാരെയൊക്കെയാണ് സ്റ്റുപ്പിഡ് എന്നുള്ള വിളികളൊക്കെ വിളിക്കുന്നത്. ഇതൊക്കെ വളരെ മോശമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും കസേര മനുഷ്യൻ പോലും ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന്. സ്റ്റുപ്പിഡ് എന്നൊന്നും. അപ്പൊ എവിടം വരെ എത്തിയെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായിരുന്നാലും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വായെ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ചു പറയാൻ പറ്റുന്ന സ്ഥലമല്ല. ഞങ്ങൾ മാധ്യമങ്ങൾ ഇതൊക്കെ വിളിച്ചു പറയും. ഇനി ഏതെങ്കിലും പ്രിയതമന്മാർക്ക് ഇത് കണ്ടിട്ട് അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ എന്നാ പോയി കേസ് കൊടു. അപ്പോ ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിച്ചു. ഇത് ഒരു സ്റ്റോറി. രംഗം 1 സമാപിച്ചു. ഞാനത് സൂചിപ്പിച്ചെന്നുള്ളൂ. എല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. എല്ലാവരും നമ്മള് മനസ്സിലാക്കണം. നമുക്ക് വായെ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയാനുള്ള സ്ഥലങ്ങളല്ല പല വേദികളും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി ഞാൻ പറയാൻ പോണത് മറ്റൊരു സ്ഥലത്ത് നടന്നൊരു സംഭവം. ഒരു വേദിയില്. അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നഗരസഭാ കൗൺസിലില് വിൽസൺ മാനാട്ടുപറമ്പിൽ ഇങ്ങനെ ഒരുപാട് വാദപ്രയോഗങ്ങൾ നടക്കുന്നതിനിടയിൽ അതിന്റെ ഇടയിൽ നഗരസഭാ കൗൺസിലില് എല്ലാവരോടുമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ചെയർപേഴ്സണും പ്രതിപക്ഷ നേതാവും അങ്ങനെ എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. ഒരു കൗൺസിലിൽ ചെയർപേഴ്സൺ എങ്ങനെയായിരിക്കും ഇടപെടേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം വെറുതെ. നന്ദി, നമസ്കാരം. അപ്പൊ ആരും സ്റ്റുപ്പിഡ് അല്ല. സ്റ്റുപ്പിഡ് എന്നൊന്നും വിളിക്കരുത്. ചെയർമാൻ ഒരു സഭയിൽ നിയന്ത്രിക്കുന്ന ആളാണ്. ഞാൻ വളരെ ഹമ്പിളായിട്ട് പറയുന്ന കാര്യമാണ്. പലരും പലതും പറയും. ഇപ്പൊ ഞാനും പലതും പറയും, ഇവരും പറയും. അതിനെ വളരെ സഹിഷ്ണുതയോടുകൂടി കേട്ട് മറുപടി പറഞ്ഞ് ഒരു സഭയെ നിയന്ത്രിക്കുന്ന ആളാണ് ചെയർപേഴ്സൺ. ആ ഉത്തരവാദിത്വബോധം അന്ന് നഷ്ടപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ വീടൊന്നും പറയുന്നില്ല, ഒരിക്കലും നീ നഷ്ടപ്പെടാൻ പാടില്ല. ആര് കൗൺസിലർമാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. ഞാൻ കുറെ നാൾ കസേരയിലിരുന്ന ആളാണ്. പലതും കേട്ടു. ഞാൻ ഇവിടെ പല കൗൺസിലർമാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒരു പൊട്ടിത്തെറിക്കലുണ്ടായിരുന്നു. ഞാൻ പോലെ ചെയർമാനാവുമെന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ താങ്കൾ ചാലക്കുടി നഗരസഭയുടെ 50,000 പേരുടെ പ്രതിനിധിയാ, റെപ്രസെന്റ് ചെയ്യണ മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. മുനിസിപ്പൽ ചെയർമാൻ ഞാൻ കളിയാക്കി പറയുന്നതല്ല, ഞാൻ വളരെ സ്പഷ്ടമായി പറയുന്നതാണ്. നിങ്ങളെക്കാളും പ്രായം കൂടുതൽ എനിക്കുണ്ട്. ചെയർപേഴ്സണായാലും 68 വയസ്സ് പ്രായമുള്ള ആളാ. നിങ്ങൾക്ക് 25 കൊല്ലത്തെ പരിചയമൊക്കെ ഉണ്ടാവാം. ആ പരിചയ സമ്പന്നത ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലുള്ളത് കൊണ്ട് അത് മോശമായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല.
പക്ഷെ ഒരു സഭയെ നിയന്ത്രിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ 37 പേരും കൂടി താങ്കളിൽ അർപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വ ബോധം മറക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ എനിക്കുണ്ട്.